Hi all, welcome to Competitive Cracker. ഞാൻ ധന്യ. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റ് വന്നു അല്ലേ? ഒക്ടോബർ 14-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ സിലബസിൽ മാറ്റമില്ല. നമുക്ക് ഇതുവരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി സിലബസിൽ വല്ല മാറ്റം വരുമോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ കൊണ്ട് പഠിക്കാതിരുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി ധൈര്യമായിട്ട് പഠിക്കാൻ തുടങ്ങിക്കോ. ഒക്ടോബർ 14-ാം തീയതിയാണ് എക്സാം എന്ന് പറയുന്നത്. ഇനി അതിൽ മാറ്റങ്ങളൊന്നും വരില്ല. നമ്മുടെ സിലബസിലും ഇപ്പൊ പുതിയൊരു സിലബസ് വന്നതിൽ മാറ്റങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് എന്തായാലും പഠിച്ചേ മതിയാവുള്ളൂ. അതിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഞാൻ പല വീഡിയോസിലായിട്ട് നമ്മുടെ സിലബസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇന്നും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇതിന്റെ PYQs ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. PYQs എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് അടങ്ങിയിട്ടുള്ള മറ്റ് എക്സാംസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സെറ്റ് എക്സാം ആയിക്കോട്ടെ, നെറ്റ് എക്സാം ആയിക്കോട്ടെ, കഴിഞ്ഞ ഏകലവ്യ എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെറ്റിൽ തന്നെ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പേപ്പർ ആയിക്കോട്ടെ. അപ്പൊ അതിലൊക്കെ ഈ ഒരു കമ്മിറ്റീസിനെ കുറിച്ചും കമ്മീഷൻസിനെ കുറിച്ചും പോളിസീസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എടുക്കാം. അപ്പൊ അതിലും ഞാനിപ്പോ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് അത്തരം എക്സാംസിലൊക്കെ ചോദിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു PSC എക്സാംസിന് വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോഴും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യുക കേട്ടോ. ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ വിചാരിച്ചോ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഫൈനലി ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റി എന്നുള്ളത് വീഡിയോന് താഴെ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. 5-ൽ 5 ഒക്കെ കിട്ടിയവർ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. UGC ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. നമ്മുടെ UGCനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ അല്ലെ? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, the objectives of establishment of human resource development centers by the UGC University Grants Commission are quality improvement in higher education, promoting multicultural and interdisciplinary activities in higher education, training teachers on how to design, develop and teach the courses, preparing a list of teachers that may be sent to abroad for specialized training, providing a list of teachers to the UGC for award of research project. ഇതാണ് 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. We have 4 options, A and B only, B and C only, A, B and C only, E only. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് 2 എണ്ണം സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ 3 എണ്ണം സെലക്ട് ചെയ്യണം. അപ്പൊ അത്രയും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു വഴിയുള്ളൂ. അപ്പൊ ജസ്റ്റ് നോക്കിക്കേ, ഇതിൽ ഏതൊക്കെ വരില്ല എന്ന് നിങ്ങൾ നോക്കിയാലും മതി. നമുക്ക് ഇവിടെ 2 രീതിയിൽ ആൻസർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് അത്രയും ഷുവർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് അതിന് സെലക്ട് ചെയ്ത് ഓപ്ഷനിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ഇതിൽ വരില്ല എന്ന് നോക്കിയിട്ട് ഓപ്ഷൻ അതിലുണ്ടോ അല്ലെങ്കിൽ വരാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ എലിമിനേഷൻ എന്നുള്ളൊരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. സോ ഇവിടെ നോക്കിക്കേ, preparing a list of teachers that may be sent to abroad for specialized training. ആ അബ്രോഡിൽ സ്പെഷ്യലൈസ് ട്രെയിനിങ്ങിനൊക്കെ പോകാനായിട്ടുള്ള ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് എടുക്കലാണോ ഇവരുടെ പണി? അല്ലല്ലോ. അതെന്തായാലും വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക അല്ലെ? അതെന്തായാലും വരില്ല. സോ D എന്തായാലും വരില്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? D എന്തായാലും വരില്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത കാര്യം നോക്കിക്കേ, പ്രൊവൈഡിങ് എ ലിസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് ടു ദ UGC ഫോർ അവാർഡ് ഓഫ് റിസർച്ച് പ്രൊജക്ട്. അവിടെയും ആ ലിസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതും ഇതിൽ വരുന്ന ഒരു കാര്യമല്ല. സോ അതും ഇവിടെ വരില്ല. അപ്പൊ ഇയും വരില്ല എന്ന് മനസ്സിലായി. സോ ഈ വരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡീനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം അല്ലെ? ഓപ്ഷൻ ഡീനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത കാര്യം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ആക്ച്വലി ഇവിടെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് അത്ര പോസിബിൾ ആവുന്നില്ല അല്ലെ? കാരണം ഇവിടെ നമുക്ക് ഒരു ഓപ്ഷനെ മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡി എന്നുള്ളൊരു കാര്യം ഇതിൽ ഏതിലും ഇല്ല, ഏത് ഓപ്ഷനിലും ഇല്ല. അപ്പൊ നമുക്ക് അത് പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് വൺ നോക്കിക്കേ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അത് ഏതിൽ വരുന്നതാണ്? UGCന്റെ അണ്ടറിൽ വരുന്നതാണ്. പ്രൊമോട്ടിംഗ് മൾട്ടി കൾച്ചറൽ ആൻഡ് ഇന്റർഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അതും അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. കാരണം മൾട്ടി കൾച്ചറൽ ആൻഡ് ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ചേർന്നതാണ് ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇന്റർഡിസിപ്ലിനറി ആണ്. ഡിഫറെന്റ് സബ്ജക്ട് ചേർന്നെന്നുള്ളതാണ്.
സോ അതും അവിടെ വരുന്നതാണ്. ആൻഡ് ട്രെയിനിങ് ടീച്ചേഴ്സ് ഓൺ ഹൗ ടു ഡിസൈൻ ഡെവലപ്പ് ആൻഡ് ടീച്ച് ദ കോഴ്സസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും UGC ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ABC, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിൽ ഈ ഓപ്ഷൻ സി പറഞ്ഞവർക്ക് 1 മാർക്ക് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which commission or national framework or policy talked of teachers evaluation based on multiple tasks? എന്താണ് ക്വസ്റ്റ്യൻ? which commission or national framework or policy talked of teachers evaluation based on multiple tasks ആണ് അല്ലെ? ഏതൊക്കെ ഉണ്ട്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005, നാഷണൽ നോളജ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ 1986 ഉണ്ട്, കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ളതല്ലേ? ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ? അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കാണണം. വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കമ്മീഷൻ നിങ്ങൾക്ക് അറിയുന്നില്ല, അതിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊരു കണ്ടന്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാന്നുള്ളതാണ്. സോ ഇവിടെ ഏത് കമ്മീഷൻ ആണെങ്കിൽ ഏത് ഫ്രെയിംവർക്ക് ആണെങ്കിൽ ഏത് പോളിസിയാണ് വരുന്നതെന്നാണ് ചോദിച്ചത് അല്ലെ? എന്താണ്? ടീച്ചേഴ്സ് ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ ടാസ്ക് എന്നുള്ളത്. ഏതാണ് ആൻസർ എന്ന് പറഞ്ഞേ? നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇതിൽ ഏത് വരും എന്നുള്ളത്. നോക്കിക്കേ, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് നാഷണൽ പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ 1986 ആണ്. 1986ലാണ്. ആക്ച്വലി നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഈ 1986 പോളിസിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ ഇമ്പോർട്ടന്റ് ആണോ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളായിരിക്കും. അതെല്ലാം 1986 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതെല്ലാം ഈ ക്വസ്റ്റ്യൻസിൽ കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ 1986 ആയിരിക്കും. അല്ലാതെ നമ്മുടെ NCF ഇതിനെ കുറിച്ച് പറയുന്നില്ല. നാഷണൽ നോളജ് കമ്മീഷൻ നമ്മുടെ സാം പിട്രോഡയുടെയാണ് നാഷണൽ നോളജ് കമ്മീഷൻ NKC, അതിൽ ഇതിനെ കുറിച്ച് പറയുന്നില്ല. കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷനിലും ഇതിനെ കുറിച്ച് പറയുന്നില്ല. സോ 1986ലെ പോളിസീസിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, which of the following emphasizes on the teachers to undertake or promote the research, experimentation and innovation in higher technical and management education? We have 4 options: Secondary Education Commission, Kothari Education Commission, National Policy on Education 1986, National Curriculum Framework 2005. ആ സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയും ഉള്ളത് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ പക്ഷെ എന്തായിരുന്നു? ഏത് കമ്മീഷനിലാണ് അല്ലെങ്കിൽ ഏത് പോളിസീസിലാണ് എന്ത് സംഭവിക്കുന്നത്? ടീച്ചേഴ്സ് ടു അണ്ടർടേക്ക് ഓർ പ്രൊമോട്ട് ദ റിസർച്ച്, എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഇന്നോവേഷൻ ഇൻ ഹയർ ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇവിടെ ഹയർ ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും എന്ത് വരില്ല? നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനും അവിടെ വരില്ല. അതുപോലെ തന്നെ NCF അല്ലെ, NCF 2005 വരില്ല. ബാക്കി നമുക്ക് 2 ഓപ്ഷൻസ് ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. ഒന്ന് കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷനും ഒന്ന് നമ്മുടെ നാഷണൽ പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ 1986ഉം. അപ്പൊ ഇവിടെയും നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 തന്നെയാണ്. ദാറ്റ് ഈസ് നാഷണൽ പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ 1986. കണ്ടോ, 1986ന്റെ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് എല്ലാത്തിലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സോഴ്സസ് ഉണ്ടല്ലോ, സെറ്റ്, നെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഏകലവ്യ, അതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ NPU ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലും അത് വരാൻ ചാൻസ് ഉണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്തിട്ട് അതിന്റെ ഫോക്കസ് ഏരിയ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റുള്ള എക്സാംസിൽ നിന്നും കണ്ടെത്തി ഫോക്കസ് ഏരിയാസ് കണ്ടെത്തി അത് നമ്മുടെ PSC ആയിട്ട് കൂട്ടി ഇണക്കിയിട്ടാണ് നമുക്ക് ഫോക്കസ് ഏരിയാസ് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അതിൽ ഇപ്പൊ കണ്ടെത്തിയ ഒരു ഫോക്കസ് ഏരിയ ആണ് നമ്മുടെ NPU 1986 എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ എന്തായാലും അവിടെ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, which of the following statements are stipulated in National Policy on Education 1986 again in the context of universal elementary education? So universal enrollment, primary stage B of 3 years, universal retention of children up to age 14 years, a substantial improvement in the quality of education, increasing pupil teacher ratio. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് വരിക നോക്കിക്കേ. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു 3 ഓപ്ഷനിൽ 4 എണ്ണം വരുന്നുണ്ട്. 4ാമത്തേൽ മാത്രമാണ് 3 ഓപ്ഷൻ വരുന്നത്. അപ്പൊ 3ഓ 4ഓ എണ്ണം നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയണം അല്ലെ? 3ഓ 4ഓ എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ യൂണിവേഴ്സൽ എൻറോൾമെന്റ് എന്തായാലും വരുന്നു മനസ്സിലാക്കുക. ഇതില് യൂണിവേഴ്സൽ എൻറോൾമെന്റ് എന്താണ്? യൂണിവേഴ്സൽ എൻറോൾമെന്റ് എന്ന് പറയുന്നത് എല്ലാവരും പ്രസന്റ് ആവണം എന്നുള്ളൊരു കാര്യമാണ് അല്ലെ? ആരും അവിടെ കൊഴിഞ്ഞു പോക്കില്ലാതെ എല്ലാവരും പ്രസന്റ് ആവണം എന്നുള്ളത്. സോ യൂണിവേഴ്സൽ എൻറോൾമെന്റ് ഉണ്ട്.
പിന്നെ പ്രൈമറി സ്റ്റേജ് ബി ഓഫ് 3 years 1986 പറയുന്നില്ല. പ്രൈമറി സ്റ്റേജ് ബി ഓഫ് 3 years അവിടെ പറയുന്നില്ല. സോ എ ഉണ്ട് ബി ഇല്ല എന്ന് പറയുമ്പോ നോക്കിക്കേ, എ ഉണ്ട് ബി ഇല്ല അല്ലെ, എ ഉണ്ട് ബി ഇല്ല എന്ന് പറയുന്ന ഓപ്ഷൻ 4 മാത്രമാണ്. അപ്പൊ ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് പോസിബിൾ ആയിരുന്നു അല്ലെ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുള്ളൂ. എ ശരിയാണെന്ന് മനസ്സിലായി, ബി തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ആയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസറിലോട്ട് നമുക്ക് എത്താൻ സാധിച്ചു. ഓപ്ഷൻ 4 ആണ്. അതായത് എ സി ഡി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ എൻറോൾമെന്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ റിട്ടൻഷൻ ഓഫ് ചിൽഡ്രൻ അപ് ടു 14 years. അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവാൻ പറ്റില്ല അല്ലെ, ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകാൻ പറ്റില്ല, എല്ലാവരും പ്രസന്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് എ സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അത് ഓവറോൾ ആയിട്ട് എല്ലാ കമ്മീഷനിലും എല്ലാ കമ്മിറ്റീസിലും പറയുന്ന കാര്യമാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതിന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് എ സി ആൻഡ് ഡി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ശരിയായെങ്കിൽ ഓപ്ഷൻ 4 സെലക്ട് ചെയ്തവർക്ക് 1 മാർക്ക് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which of the following is or are correct with regard to previous national education policies of India? നോക്കിക്കേ, നമ്മുടെ 1968 കുറിച്ചും 86 കുറിച്ചും ഇടകലർത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ഓഫ് ഇന്ത്യ എന്ന് മാത്രം അവിടെ പറഞ്ഞത്. So NEP 1968 proposed a structure of 10+2+3 in Indian education. അടുത്തത് NEP 1986 proposed starting midday meal scheme setting up of Navodaya Vidyalayas. അടുത്തത് NEP 1986 was subsequently updated in 1992. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും അറിയാനായിട്ട് സാധിക്കും അല്ലെ. കാരണം 86 ശേഷം പിന്നെ എന്ത് ചെയ്തു, പ്രോഗ്രാം ഓഫ് ആക്ഷൻ വന്നു 1992. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. NEP 1986 was subsequently updated in 1992. സോ അതവിടെ ശരിയാണ്. സോ സി ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 1 എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ 3 4 എന്തോ ഒന്നാണ് അല്ലെ. ഓപ്ഷൻ 3 ആണോ 4 ആണോ എന്ന് അറിയില്ല. അത് അറിയാന്നുണ്ടെങ്കിൽ എ ശരിയാണെന്ന് മാത്രം നോക്കിയാൽ പോരെ. കാരണം 3 ബി ആൻഡ് സി ആണ്. അപ്പൊ എ ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. എ എന്താ, NEP 1968 proposed a structure of 10+2+3 in Indian education. അതവിടെ കറക്റ്റ് അല്ലേ. കാരണം എന്താന്ന് വെച്ചാല് ഇതിന് തൊട്ട് മുൻപാണ് നമ്മുടെ കോത്താരി കമ്മീഷൻ വന്നത്. 1964 to 66 ആണ്. അപ്പൊ അതിലൊരു കോമൺ സ്കൂൾ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് ശേഷം വന്നാണ് നമ്മുടെ NEP 1968 എന്ന് പറഞ്ഞത്. സോ പ്രൊപ്പോസ്ഡ് എ സ്ട്രക്ചർ ഓഫ് 10+2+3 in Indian education എന്നുള്ളത് കറക്റ്റ് ആണ്. കാരണം അതിന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടായിരുന്നു അത് NEP യിലൂടെയാണ് അത് നടപ്പിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവിടെ കറക്റ്റ് ആണ്. സോ എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്, സിയും കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 ആണ്. ഓൾ ഓഫ് ദി എബോ എന്നുള്ള ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് എല്ലാം കറക്റ്റ് ആണ്. നോക്കിക്കേ, NEP 1986 പ്രൊപ്പോസ് സ്റ്റാർട്ടിംഗ് മിഡ് ഡേ മീൽ സ്കീം പഠിച്ചു വയ്ക്കുക. അതുപോലെ സെറ്റിംഗ് അപ്പ് ഓഫ് നവോദയ വിദ്യാലയാസ്, അതൊക്കെ 1986 പോളിസിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഓക്കെ ആണല്ലോ. സെയിം 3 കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. 1968, 86 വന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോന് താഴെ കമന്റ് ചെയ്യണം. ഇനി വളരെ കുറവാണ് അല്ലെങ്കിൽ മാർക്കൊന്നും കിട്ടാത്തവർ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കണം. നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നും ഇല്ല. അപ്പോ ഈ ഒരു നമ്മുടെ 5 എണ്ണത്തില് 0 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ കിട്ടിയവര് നിങ്ങൾ ഇനിയും പഠിക്കണം എന്ന് മനസ്സിലാക്കുക. അല്ലാതെ കോൺഫിഡൻസ് അവിടെ കുറയല്ല വേണ്ടത്. പക്ഷെ പഠിക്കാനായിട്ട് നമുക്ക് വെറും ഒരു 2 മാസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മുടെ ഓഗസ്റ്റും സെപ്റ്റംബർ അങ്ങനെ 2 മാസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ആ 2 മാസത്തിൽ നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ഒരു ഏരിയനെ സംബന്ധിച്ചിടത്തോളം 2 മാസം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് അതിൽ വരുന്ന ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇത് നമ്മുടെ ജസ്റ്റ് സോഴ്സസ് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സെറ്റ് ജനറൽ പേപ്പർ ഉണ്ട്, അതുപോലെ നെറ്റ് എഡ്യൂക്കേഷൻ, ഏകലവ്യ എക്സാം, നെറ്റ് ജനറൽ പേപ്പർ, ഇതൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ആണ്. ഇതിന്റെ എക്സാംസ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി, അതിൽ നിന്നും ഈ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പഠിച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോന് താഴെ അത് കമന്റ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.